ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും കാണാൻ ആഗ്രഹമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് എല്ലാവരും നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ, കാനഡയിൽ ഭൂമിക്കടിയിലെ വീട് അല്ലെങ്കിൽ ബേസ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതെങ്ങനെ ഇരിക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ? നാട്ടിലെ അത്രയും സുപരിചിതമല്ലാത്തതും എന്നാൽ കാനഡയിൽ വളരെയധികം പരിചിതമായ ഒരു സംഭവമാണ് ബേസ്മെൻറ്റ് അഥവാ നിലവറ. അപ്പോൾ കാനഡയിൽ പഠിക്കാൻ വരുന്നവരായാലും പി ആർ ഒക്കെ എടുത്ത് വരുന്നവരായാലും ആദ്യം നമ്മൾക്ക് നല്ലൊരു റെൻ്റൽ ഓപ്ഷൻ എന്ന് പറയുന്നതും നല്ല ചിലവ് കുറവ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബേസ്മെൻറ്റാണ്. അപ്പോൾ അത്തരം ഒരു ബേസ്മെൻറ്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാണുന്ന ഒരു വീടില്ലേ, ആ ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റാച്ച്ഡ് ഹോംസ് ആണ്. അതായത് കാനഡയിൽ പല ടൈപ്പിലുള്ള വീടുകളുണ്ട്. ടൗൺ ഹൗസ്, പിന്നെ കോണ്ടോസ്, സെമി ഡിറ്റാച്ച്ഡ് ഹോംസ്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഈ ഒരു കാണുന്ന വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റാച്ച്ഡ് ഹോമാണ്. അപ്പോൾ ആ ഡിറ്റാച്ച്ഡ് ഹോമിൻ്റെ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ബേസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എൻട്രൻസ് സെപ്പറേറ്റ് ആണ്. അപ്പോൾ ആ ഒരു കാണുന്ന ഡോറിൻ്റെ അടുത്തൂടെയാണ് നമ്മൾ വരുന്നത്. ആ ഒരു ഡോറെന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറം കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗരേജാണ്. അപ്പോൾ ആ ഗരേജിൻ്റെ അപ്പുറത്ത് നമുക്ക് കോണിപ്പടി ഉണ്ട്. ആ കോണിപ്പടീൻ്റെ അതിലൂടെ നമ്മൾ റൂമിലേക്ക് വരും. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഒരു വീടിൻ്റെ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഹാളുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹാളാണ്. പിന്നെ നമുക്ക് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ സെപ്പറേറ്റ് വാഷ്റൂം, പിന്നെ ഉള്ളത് നമുക്ക് നമ്മുടെ റൂമാണ്. 2022 ഞങ്ങളോട് താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ റെൻ്റ് എന്ന് പറയുന്നത് $1,300 ആയിരുന്നു. ഇപ്പം മിനിമം 1,500 ഏറ്റവും സ്റ്റാർട്ട് ചെയ്യുന്നത്. 1,500 തൊട്ട് 2,000 വരെ റെൻറ്റിൽ വരാറുണ്ട്. അതുപോലെ തന്നെ ചില സമയത്ത് നമുക്ക് റെൻറ്റിൽ ഓൾറെഡി ഇൻക്ലൂഡ് ആയിരിക്കും യൂട്ടിലിറ്റീസൊക്കെ, അതായത് ഹൈഡ്രോ, വാട്ടർ, അതുപോലെ തന്നെ കറണ്ട്, അതുപോലെ തന്നെ വൈഫൈനൊക്കെ എമൗണ്ട് ഓൾറെഡി ഇൻക്ലൂഡ് ആയിരിക്കും റെൻറ്റിൽ. എന്നാൽ ചില സമയത്ത് ഇതിനെ യൂട്ടിലിറ്റീസ് എന്ന് പറയും. ചില സമയത്ത് യൂട്ടിലിറ്റീസ് റെൻറ്റൽ എമൗണ്ടിന് എക്സ്ക്ലൂഡ് ആയിരിക്കും, അതായത് റെൻറ്റ് പ്ലസ് യൂട്ടിലിറ്റീസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് $1,300 വന്ന് ഇപ്പോൾ പറഞ്ഞാണെങ്കിൽ മിനിമം നമുക്ക് 1,500 വരെ, 1,500 സ്റ്റാർട്ടിങ് ചിലപ്പോൾ മിനിമം വരുന്നത്. ഇതാണ് നമ്മുടെ ബെഡ്റൂമായിട്ട് വരുന്നത്. ഇതാണെങ്കിൽ കാനഡയിലാണെങ്കിൽ നമുക്ക് അലമാരികൾ, ഇപ്പോൾ ഷെൽഫുകളൊക്കെ പരമാവധി കുറവാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഈ കാണുന്ന പോലെ 2 തട്ടുകളൊക്കെ ആയിട്ടും അങ്ങനെയൊക്കെ ആയിട്ടും നമുക്ക് ഓരോന്നൊക്കെ അടുക്കി തന്നെ സെറ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. കാനഡയിൽ കോമൺ ആയിട്ട് നമുക്കങ്ങനെ അടുക്കി വെക്കാനൊക്കെ ആയിട്ട് നമുക്കതിനെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഞങ്ങൾ താമസിച്ച ഈ ഒരു ബേസ്മെൻറ്റിൽ അടുക്കള എന്ന് പറയുന്നത് നല്ല സൗകര്യമായിരുന്നു. കാരണം കുറേ ഷെൽഫുകളും പിന്നെ അതുപോലെ നല്ല സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കാനഡയിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റെൻറ്റിന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണെങ്കിലും അവർ പ്രൊവൈഡ് ചെയ്യും ഇത്രയും സാധനങ്ങൾ. അതായത് ഫ്രിഡ്ജ് ഉണ്ടാവും എന്തായാലും, പിന്നെ അതുപോലെ തന്നെ ഓവൻ ഉണ്ടാവും, പിന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റിയ അടുപ്പും ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ഡ്രയറും, അതുപോലെ തന്നെ വാഷിംഗ് മെഷീനും. അതെന്തായാലും ഇത്രയും സാധനങ്ങൾ നമ്മുടെ അടിസ്ഥാന സൗകര്യത്തിൽ പെടുന്നതാണ്. അത് ചിലപ്പോൾ നമുക്ക് പ്രൈവറ്റായിട്ട് നമുക്ക് സെപ്പറേറ്റ് യൂസ് ചെയ്യാനായിട്ട് ഡ്രയറും വാഷറും നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓണറിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ അടുത്ത് ഷെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ കാനഡയിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്നേ നമുക്ക് ഈ ലോണ്ടറി നമുക്ക് ഷെയർ ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ കിച്ചൺ കോമൺ ആയിരിക്കും. അതല്ലെങ്കിൽ ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതിൻ്റെ റെൻറ്റ് എമൗണ്ട് കൂടുതലായിരിക്കും. ഈ കാണിച്ച ബേസ്മെൻറ്റ് അത്ര അടിപൊളി ബേസ്മെൻ്റ് ഒന്നുമല്ല, ഒരു ഏകദേശം ആവറേജ് ആയിട്ടുള്ള ഒരു ബേസ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിലും നല്ല ബേസ്മെൻ്റ് ഒക്കെ ഉണ്ട്, കിടിലം ബേസ്മെൻറ്റുകളുണ്ട്. റെൻ്റൽ എമൗണ്ട് അനുസരിച്ച് ഇങ്ങനെ ഏറിയും കുറഞ്ഞൊക്കെ ഇരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇത് കൂടാണ്ട് തന്നെ വേറെ ആൾക്കാരുടെ എടുക്കുന്ന താമസം എന്ന് പറഞ്ഞാൽ വാക്ക് ഔട്ട് ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെട്ടവും വെളിച്ചവും ഒന്നും കിട്ടത്തില്ല. എന്നാൽ വാക്ക് ഔട്ട് ആകുമ്പോൾ നമുക്ക് വെട്ടവും വെളിച്ചവും കിട്ടും. അതായത് പ്രത്യേകിച്ച് നമുക്ക് കാനഡയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് വിൻ്റർ ഒക്കെ ആകുമ്പോൾ നമുക്ക് പുറത്ത് എന്താ സംഭവിക്കുന്നത്, ഇപ്പോൾ വെയിലാണോ അല്ലെങ്കിൽ മഴയാണോ ഒന്നും അറിയാൻ പറ്റില്ല ഇങ്ങനെ ബേസ്മെൻറ്റിലാണെങ്കിൽ. ഈ ബേസ്മെൻറ്റാണെങ്കിൽ നമുക്കൊരു കിളിവാതിൽ മാത്രമല്ല, ആ ഒരു ജനാലകൾ മാത്രം നമുക്ക് പുറത്ത് എന്താ സംഭവിക്കണമെന്ന് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവാത്ത മാത്രം. അതായത് പുറത്തിറങ്ങുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ അറിയുന്നത്, അയ്യോ വിൻ്റർ ആണോ, അല്ല മഞ്ഞ് പെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മഴ പെയ്യുന്നുണ്ടോ, വെയിലാണോ, അത് നമുക്ക് ആ പോകുമ്പോൾ മാത്രമേ അറിയുള്ളൂ, ഇപ്പം വാതിൽ തുറക്കുമ്പോൾ മാത്രം. അപ്പോൾ ഇതാണ് കാനഡയിലെ ബേസ്മെൻറ്റ്. ഇനിയിപ്പോൾ ആരും പറയില്ലേ കാനഡയിലെ ബേസ്മെൻറ്റ് എങ്ങനെയാണ്, കണ്ടിട്ടില്ല എന്നൊന്നും പറയില്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാണ് ഈ വീഡിയോ ഞങ്ങൾ സമർപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാനഡിയൻ കാഴ്ചകളും കാനഡിയൻ വിശേഷങ്ങളും ഇൻഫർമേഷനൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. ബി ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ. Have a great one.